ബേസിന്റെ ഷേപ്പ് ഫ്രണ്ട് വ്യൂലാണ് കാണുന്നത്. സോ യു ഹാവ് ടു ഡ്രോ ദ ഫ്രണ്ട് വ്യൂ ഫസ്റ്റ്. ഓക്കെ, ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്ത് തന്നെ റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരുന്നതിൽ വരച്ചു. ബിക്കോസ് റസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസിലുള്ള കണ്ടീഷൻ വരണമെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരണം. റസ്റ്റിംഗ് ഓൺ എ സ്ലാൻഡ് എഡ്ജ് അങ്ങനെയാണ് കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ റൈറ്റ് സൈഡിൽ കോർണറാണ് വരുന്നത്. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് അങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യണമെന്നില്ല, ബട്ട് നിങ്ങൾ അങ്ങനെ വന്നാലും ചെയ്യാൻ പറ്റണം. പല ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഞാൻ ഈ ഓരോ പ്രോബ്ലം ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ അതിന്റെ പല ടൈപ്പിൽ വരാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. സോ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നമുക്ക് എക്സാമിന് ഏത് ടൈപ്പിലാണ് വരുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ ടൈപ്പിലുള്ള പ്രോബ്ലംസും നമുക്ക് ചെയ്യാനും പറ്റില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് പോർഷൻസ് തീർക്കാൻ പറ്റില്ല. ഓക്കെ, സോ റെസ്റ്റിംഗ് ഓൺ സ്ലാന്റ് എഡ്ജ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ദിസ് കോർണർ ഷുഡ് ബി ഓൺ ദ റൈറ്റ് സൈഡ്. കോർണർ എക്സ്ട്രീം പോസ്റ്റിൽ എത്തണം. ഇവിടെ റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ് ആയതുകൊണ്ട് റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരുന്നതിൽ വരച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് റീഡ്രോ ചെയ്യുമ്പോൾ റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ് ആയിട്ടും വന്നോളും. ബേസിൽ എന്താണ് പറഞ്ഞത്? ബേസിലല്ല റെസ്റ്റ് ചെയ്യുന്നത്, ട്രയാങ്കുലർ ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രയാങ്കുലർ ഫേസ് ആണ് വി പിയിൽ വരുന്നതെങ്കിലും നമുക്ക് ഇനീഷ്യൽ പൊസിഷനിൽ ബേസ് ഓൺ വി പി ആയിട്ട് നമ്മൾ വരച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തെ പൊസിഷനിൽ ഇവിടെ മാറുമ്പോഴത്തേക്ക് ഇത് ഇവിടെ നോക്കാം. ഈ പൊസിഷനിൽ എത്തുമ്പോഴേക്ക് ട്രയാങ്കുലർ ഫേസിലായി അല്ലെ, റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസിലുള്ള കണ്ടീഷനിലായി. അല്ലാതെ ഡയറക്റ്റ് നമുക്ക് ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, സോ അതിനാണ് നമ്മൾ സിമ്പിൾ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി നമ്മൾ ബേസിൽ റെസ്റ്റ് ആയിട്ട് വരക്കുന്നു. പക്ഷേ സെക്കൻഡ് പൊസിഷനിൽ ആകുമ്പോഴേക്കും നമ്മൾ ട്രയാങ്കുലർ ഫേസിലുള്ള കണ്ടീഷനിലായി. ആൻഡ് ട്രയാങ്കുലർ ഫേസ് ഓൺ വി പി ആയതുകൊണ്ടാണ് ആ ട്രയാങ്കുലർ ഫേസ് ദാറ്റ്സ് ഒ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കുലർ ഫേസ് ഇൻ ദ ടോപ്പ് വ്യൂ യു ക്യാൻ സി ദാറ്റ് ഇറ്റ്സ് ഓൺ ദ എക്സ് വൈ ലൈൻ അല്ലെ. ഓൺ വി പി ആയിട്ട് ഒരു പോയിന്റ് വന്നാൽ അതിന്റെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലാണ് വരിക. അതുപോലെ തന്നെ ഓൺ വി പി ആയിട്ട് ഒരു ട്രയാങ്കുലർ ഫേസ് വന്നാൽ അതിന്റെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലാണ് വരുന്നത്. സോ അതുകൊണ്ട് നമ്മളിവിടെ റീഡ്രോ ചെയ്തിട്ടുണ്ട് മേക്കിംഗ് ദ ട്രയാങ്കുലർ ഫേസ് ഓൺ ദ എക്സ് വൈ ലൈൻ. കറസ്പോണ്ടിംഗ്ലി വി ഗോട്ട് ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എ ബേസ് എഡ്ജ് കണ്ടെയ്ൻഡ് ബൈ ദാറ്റ് ഫേസ്. അതായത് ഈ ട്രയാങ്കുലർ ഫേസിൽ വരുന്ന ഈ റെസ്റ്റ് ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് ഏതാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഒ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കുലർ ഫേസിലാണ് ഇവിടെ ടോപ്പ് വ്യൂവിൽ ഒ സി ഡി ആണ് എക്സ് വൈ ടച്ച് ചെയ്തത്. സോ ദാറ്റ് ഒബ്ജക്ട് വിൽ ബി റെസ്റ്റിംഗ് ഓൺ ദാറ്റ് ട്രയാങ്കുലർ ഫേസ്, ദാറ്റ് ഇസ് ഒ സി ഡി. ഓക്കെ, ആ ഒ സി ഡി ട്രയാങ്കുലർ ഫേസിൽ സി ഡി എന്ന് പറയുന്നതാണ് ബേസ് എഡ്ജ്. ഓക്കെ, അപ്പൊ ബേസ് എഡ്ജ് കണ്ടെയ്ൻഡ് ബൈ ദാറ്റ് ഫേസ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സി ഡി ആണ്. That CD edge now it is perpendicular to the XY line or perpendicular to the HP. നിങ്ങൾ അത് എന്ത് ചെയ്യണം? Inclined 30 degree to the HP ആക്കണം. Okay, 30 degree inclined to HP ആക്കണം. degree inclined to HP ആക്കുമ്പോൾ നമ്മൾ ചെയ്യാം രണ്ട് ടൈപ്പിൽ നമുക്ക് ആംഗിൾ മാർക്ക് ചെയ്യാം. ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ആ പോയിന്റ് ഒന്ന് പ്രൊട്രാക്ടർ വെച്ച് 30 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ആ ലൈനിൽ ദിസ് എഡ്ജ് സി ഡി യു ക്യാൻ റെപ്രസെന്റ് ദാറ്റ് എഡ്ജ് സി ഡി. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് വരയ്ക്കാം. അപ്പോൾ സി ഡി എന്ന് പറഞ്ഞ എഡ്ജ് ഇവിടെ വരും. അത് വെച്ച് ഇത് കംപ്ലീറ്റ് വരച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും. ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അവിടെ സ്പേസ് ഇല്ലാന്ന് വിചാരിക്കാം. ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാൻ കാരണം തന്നെ ഞാൻ ഈ പോയിന്റ്സ് സി ഡി ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ എക്സ് ലൈനെ ക്രോസ് ചെയ്ത് താഴേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പേജിൽ ചിലപ്പം അവിടെ സ്ഥലം ഉണ്ടായെന്ന് വരില്ല. അപ്പൊ എന്താ ചെയ്യാം? അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആണെന്നല്ലേ ഉള്ളൂ, ഈ എഡ്ജ് 30 ഡിഗ്രി ആണെന്നല്ലേ ഉള്ളൂ. അത് എക്സ് വൈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് വേറെ കേസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. എക്സ് വൈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അതിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് പ്രൊട്രാക്ട് അവിടെ വെക്കുക. 30 ഡിഗ്രി ആംഗിളിൽ ആ എഡ്ജിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ എഡ്ജിലെ സി ഡിയാണ് നമുക്ക് 30 ഡിഗ്രി ആക്കേണ്ടത്. സോ ഈ ഹൊറിസോണ്ടൽ ലൈന് 30 ഡിഗ്രി ആയിട്ട് ആ എഡ്ജ് വന്നാൽ അതിന്റെ മീനിങ് എന്താ? അത് എക്സ് വൈ ലൈന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിക്കൊള്ളൂ അല്ലേ? ഈ ലൈന് എക്സ് ലൈന് പാരലായിട്ടാണല്ലോ. സോ ബേസ് എഡ്ജ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്നുള്ളത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്താൽ അത് എക്സ് ലൈനിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും.
ഓക്കെ, സോ അതുകൊണ്ട് എക്സ്1 പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അവിടെ 30° ആംഗിളിൽ ഈ എഡ്ജ് CD എന്നുള്ള എഡ്ജ് ഇവിടെ വരയ്ക്കുകയാണ്. സോ B2 ഡാഷ് C2 ഡാഷ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദാറ്റ് എഡ്ജ് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് കണ്ടുപിടിക്കണം. How will you find remaining points? ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതാണല്ലോ. ഇവിടെ നോക്കുക, ഈ ഒരു ലൈൻ അല്ലെങ്കിൽ കോമ്പസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. 2 പോയിന്റ്സ് ഉണ്ടല്ലോ, ഓരോ പോയിന്റ് സിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസ് എടുക്കുക, ഒരു ആർക്ക് വരയ്ക്കുക. ദെൻ ഡിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അവിടെ നിന്ന് ആർക്ക് വരയ്ക്കുക. സോ വൈൽ ഡ്രോയിങ് ദ ആർക്ക് നിങ്ങൾക്ക് അത് അറിയണം ഏത് ഭാഗത്തായിരിക്കും പോയിന്റ് ബി വരേണ്ടതെന്ന്. ഇവിടെ ഇനി ബി ഈ ഒരു പോർഷനാണ് വരേണ്ടത്. സോ ആ ഭാഗത്ത് തന്നെ ആർക്ക് വരയ്ക്കണം. സോ ബാക്കിയുള്ള ഓരോ പോയിന്റ്സിലേക്കും ഈ സിന്ന് ഡി എന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് ആർക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ ഓരോ ലൈൻ, അതായത് ഈ പ്രൊജക്ഷൻ ലൈൻ തന്നെ നമുക്ക് എടുക്കാം. അത് ഈ എഡ്ജിന്റെ മിഡിൽ പോയിന്റ് എന്നാണ് ഇപ്പോൾ വരുന്നുണ്ടാവുക. അവിടെ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് അത് മെഷർ ചെയ്യാം. അത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. സോ അതിവിടെ ഞാൻ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നിന്ന് തൊട്ട് ഇത്ര വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തത്. O1 O2 ഡാഷ്. നെക്സ്റ്റ് ഇനി പോയിന്റ് എ മാർക്ക് ചെയ്യണം. സെയിം ലൈനിലാണ് എ വരുന്നത്. സോ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അതും ഈ ലൈനിൽ തന്നെ മാർക്ക് ചെയ്യാം. A2 ഡാഷ്. പോയിന്റ് ബി ആൻഡ് ഇ ഇത് മാർക്ക് ചെയ്യാൻ ഈ ലൈനും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. സോ അത് എത്ര ഡിസ്റ്റൻസിലാണ് നോക്കുക. CD എന്ന് പറയുന്ന എഡ്ജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഈ ലൈൻ വരുന്നത് നോക്കുക. അതേ ഡിസ്റ്റൻസ് നമ്മൾ അലോങ് ദിസ് ലൈൻ മെഷർ ചെയ്തിട്ട് അവിടെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ലെങ്ത് 2 ഭാഗത്തേക്ക് എടുക്കുന്ന ലെങ്ത് കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. നമുക്ക് പോയിന്റ് ഇത് വരയ്ക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി കേട്ടോ. പോയിന്റ് E2 ഡാഷ് ആൻഡ് B2 ഡാഷ് മാർക്ക് ചെയ്യും. സോ ഇത് കിട്ടിയാൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ ഫ്രണ്ട് വ്യൂ തന്നെയാണ് നമ്മളിവിടെ മാറ്റി വരയ്ക്കുന്നത്. സോ അത് അതിന്റെ ഷേപ്പ് ആൻഡ് സൈഡ് ഷുഡ് ബി സെയിം. ഓക്കെ, ആൻഡ് ഓൾ ദ എഡ്ജസ് വിച്ച് ആർ വിസിബിൾ ഇൻ ദ ഫ്രണ്ട് വ്യൂ അത് സെയിം ആയിരിക്കും. ഇൻവിസിബിൾ എഡ്ജസും അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. Okay. Now, last actual position of the top view. So to get the top view, project lines from all the corners in the front view. So ഇവിടെയുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ താഴേക്ക് ലൈൻസ് പ്രൊജക്റ്റ് ചെയ്യണം. ഈ വരയ്ക്കുന്ന ലൈൻസ് ഒക്കെ കറക്റ്റ് എക്സ്പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഓരോ ലൈൻസും പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കണം. C and D സെയിം എക്സ്പ്ലെയിനിലൂടെ തന്നെ പാസ് ചെയ്യും. And O also I explained it passing. So O1 and O2 dash meet in this will be O2 and point A1 and A2 dash meet in your location. So this is A2. Then B and B2 dash meet in your position. So B2 and E2 same line. But ഇവിടെയാണ് അത് മീറ്റ് ചെയ്യുന്നത്. സോ E2 then C and D അത് എക്സ് ലൈനിലൂടെ തന്നെ പാസ് ചെയ്യുന്നത്. അതിൽ D2 ഈ ഒരു പൊസിഷനിൽ വരുന്നു. ദാറ്റ് ഈസ് D2 ആൻഡ് C2 ഇതായിരിക്കും C2 ലൊക്കേഷൻ ഇത്. സോ ഓൾ പോയിന്റ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. Now join these points to form the boundary. Okay, so boundary എങ്ങനെയാണോ നിങ്ങൾക്ക് ബൗണ്ടറി വരുന്നത് അതുപോലെ ബൗണ്ടറി ഫോം ചെയ്യാം.
അത് കറക്റ്റ് ഇതുപോലെയാണെന്ന് നിർബന്ധമില്ല. ഞാൻ വരച്ചതൊന്നും കറക്റ്റ് ആംഗിൾ എടുത്തില്ല, 30 ഡിഗ്രി ഒന്നും ഞാൻ പ്രൊട്രാക്ടർ ഒന്ന് വെച്ചിട്ട് വരച്ചതല്ല. സോ ബേസ്ഡ് ഓൺ ദിസ് ഇൻക്ലിനേഷൻ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് അത് റിലേറ്റീവ് പോർഷൻസ് വേരി ചെയ്യാം. സോ however you have to join the extreme points to form the boundary. Now next is to check the visibility of the base. What do you think, whether the base will be visible or not in the top view? In the top view, whether the base will be visible or not in this position, last position. I need answer. Please comment. എന്താ പറയാത്തത്? ബേസ് എൻ ഫേസിന്റെ വിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഞാനൊരു മെത്തേഡ് വർക്കില്ലേ, അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇവിടെ നോക്കുക, ഈ പോർഷനിൽ XY ലൈന് അടുത്തായിട്ട് ആണ് ബേസ് വരുന്നതെങ്കിൽ ടോപ്പിൽ ബേസ് കാണാൻ പറ്റില്ല. ഞാൻ ഇന്നലെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വരാം. അതായത് ഇന്നലെ ചെയ്തത് ലാസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് വരക്കേണ്ടി വരും. അതിൻ്റെ ടോപ്പിന്റെ പൊസിഷൻ വെച്ചിട്ട് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആണെന്ന് എങ്ങനെ പറഞ്ഞത്? XY ലൈൻ എവേ ആയിട്ടാണ് ബേസ് വരുന്നതെങ്കിൽ that base will be visible in the front view. XY ലൈൻ അടുത്താണ് ബേസ് വരുന്നതെങ്കിൽ കമ്പയർ ടു ദ അപ്പെക്സ്, ബേസ് XY ലൈൻ അടുത്താണ് വരുന്നതെങ്കിൽ ഇൻ ദ ഫ്രണ്ട് വ്യൂ ബേസ് വിൽ നോട്ട് ബി വിസിബിൾ. അതേപോലെ തന്നെയാണ് ഇവിടെ. അതായത് അപ്പെക്സ് ബേസ് away from XY ലൈൻ ആണെങ്കിൽ കമ്പയർ ടു ദ അപ്പെക്സ്, then in the top view base will be visible. Okay, and if the base is nearer to the XY line കമ്പയർ ടു അപ്പെക്സ്, അങ്ങനെയാണെങ്കിൽ ബേസ് വിസിബിൾ ആയിരിക്കില്ല. ഇനി എല്ലാം പോട്ടെ, നമ്മൾ ഇതിനെ വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലല്ലേ വ്യൂ ചെയ്യേണ്ടത്. ഇങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ ഇത് മുകളിലേക്ക് ഫേസ് ചെയ്തിട്ടല്ലേ അല്ലേ? ഇത് നോക്കുക, ഇപ്പൊ ഇങ്ങനെയുള്ളൊരു സാധനം ഇത് കംപ്ലീറ്റ് ഇങ്ങനെ തിരിച്ചു വെച്ചു. ഇനി ടോപ്പ് നോക്കുമ്പോൾ ബേസ് കാണാൻ പറ്റില്ല. മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇനി ഇങ്ങനെ ഉണ്ടായിരുന്ന സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നത് അത് ഇങ്ങനെ തിരിച്ചു. അപ്പൊ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ടോപ്പ് നോക്കുമ്പോൾ ബേസ് കാണാൻ പറ്റും. സോ ഞാനിത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് നോക്കിയിട്ട് തന്നെ യു ക്യാൻ സേ വെദർ ഇറ്റ് വിൽ ബി വിസിബിൾ ഓർ നോട്ട്. അതാണ് ഞാൻ പറയുന്നത്. അതെന്താ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത്? XY ലൈനിന് അടുത്താണ് ബേസ് വരുന്നതെങ്കിൽ കമ്പയർ ടു അപ്പെക്സ്, ബേസ് വിൽ നോട്ട് ബി വിസിബിൾ ഇൻ ദ അതർ വ്യൂ. അത് ഫ്രണ്ട് വ്യൂ ആയിക്കോട്ടെ ടോപ്പ് വ്യൂ ആയിക്കോട്ടെ. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ അപ്പെക്സിനെക്കാട്ടും എവേ ആയിട്ടാണ് ബേസ് വരുന്നത്, അല്ലെങ്കിൽ XY ലൈനിന് എവേ ആയിട്ടാണ് ബേസ് ഉള്ളതെങ്കിൽ ടോപ്പ് വ്യൂവിൽ ബേസ് വിസിബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഫ്രണ്ട് വ്യൂവിൽ ബേസ് നിയർ ടു XY ലൈൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂവിൽ ബേസ് വിസിബിൾ ആയിരിക്കില്ല. ഇനി തിരിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഫ്രണ്ട് വ്യൂ നിന്ന് ടോപ്പ് വ്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇൻ ദ ടോപ്പ് വ്യൂ ഇഫ് ദ ബേസ് ഈസ് അവേ ഫ്രം XY ലൈൻ it will be visible in the front view, and if the base is nearer to the XY line in the top view, in the corresponding front view base will not be visible. Okay, ഇത് കറക്റ്റ് മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് തിങ് is, so base is visible. So visible, so basically all edges we have to mark using continuous thick line. അപ്പോൾ ഇതിൽ ഓൾറെഡി AB, AE and BE ഇത് ഓൾറെഡി ഇതിനകത്തുണ്ട്. And CD also, okay, you can see CD വന്നിട്ടുണ്ട് കേട്ടോ. Then remaining edges BC, that also you have to mark using continuous thick line. Now ബാക്കിയുള്ള രണ്ട് എഡ്ജസ് ഇത് ഡാഷ്ഡ് ആയിട്ട് വരിക. ഇത് നമുക്ക് കുറച്ചൊന്ന് എന്താ പറയുക, ഒരു കോമൺ സെൻസ് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ മാത്രമേ നിർത്തിയുള്ളൂ. അല്ലാതെ ഇത് രണ്ടും കൂടെ തിക്കായിട്ട് വരച്ചാൽ അതിന്റെ മീനിങ് എന്താ? എല്ലാ എഡ്ജസും കാണുന്നതാണ്. എല്ലാ എഡ്ജസും അങ്ങനെ കാണാൻ പറ്റുമോ? എല്ലാ എഡ്ജസും അങ്ങനെ കാണാൻ പറ്റില്ല. ഓക്കെ, ഇതിങ്ങനെ വെച്ചു, നമ്മൾ തിരിച്ചിങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ ടോപ്പ് നോക്കുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ വരുന്ന എഡ്ജസ് ഒന്നും കാണാൻ പറ്റില്ല. താഴെ ഭാഗത്ത് വരുന്ന എഡ്ജസ് ടോപ്പിൽ കാണാൻ പറ്റില്ല. ഈവൺ ഇഫ് ദീസ് കോർണേഴ്സ് ആർ വിസിബിൾ, ഈ കോർണേഴ്സ് ഒക്കെ വിസിബിൾ ആണെങ്കിലും ഈ എഡ്ജസ് ടോപ്പിൽ കാണാൻ പറ്റില്ല. ഓക്കെ, അത് ഈ ബോഡി കവർ ചെയ്ത് വരുന്നതുകൊണ്ട് ആ എഡ്ജസ് വിസിബിൾ ആയിരിക്കില്ല. സോ അത് നമുക്കിവിടെ ഡാഷ്ഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു എഡ്ജോ മറ്റോ നിങ്ങൾക്ക് ഡാഷ്ഡ് ആക്കുന്നതിന് പകരം അത് നിങ്ങൾ വരച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ചെറിയ മാർക്കേ പോകുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഓക്കെ, ബട്ട്
ബേസിന്റെ വിസിബിലിറ്റി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിൽ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ബേസിന്റെ എൻ ഫേസിന്റെ വിസിബിലിറ്റി. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ, നിങ്ങൾ ഇതുവരെ വരച്ചു വെച്ചിട്ടുണ്ടോ? കുറച്ചുപേരൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത റോളത്തേക്ക് പോവാം. ഓക്കെ, ഐ വിൽ ഗിവ് യു 10 minutes. ഓക്കെ, 10 minutes തരും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നോ 11:55 ആണ്. 12:05 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ റീഡ്രോ ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ചോദിക്കാം. ഞാൻ നോട്ട് ചെക്ക് ചെയ്യുന്ന പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, എന്തായാലും നോട്ട് ചെക്ക് ചെയ്യും. അവസാനം ക്ലാസ് നമ്മൾ എന്തായാലും ഓഫ്ലൈൻ ആയിട്ട് ഒരു ദിവസം വരേണ്ടി വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തായാലും ക്ലാസ് നോട്ട് ചെക്ക് ചെയ്യും കേട്ടോ. നോട്ട് എഴുതാതെ വരക്കാതെ ആരും പോരുത്. എക്സാമിന് മാർക്ക് കുറവുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റും നോട്ടും ഒക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് പിന്നെ സ്കോർ ചെയ്യാനുള്ള ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോയിക്കോളാം, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും.
Okay, completed. Purchase. Okay. Time കഴിഞ്ഞു കേട്ടോ. Write down the next question. A square pyramid, 40 mm side of base, a square pyramid, 40 mm, 40 mm side of base is hanging freely, is hanging freely, H-A-N-G-I-N-G, hanging freely from one of the corners of its base, with the axis parallel to VP, with the axis parallel to VP. Stop. If the height of the pyramid is 75 mm, if the height of the pyramid is 75 mm, draw its projections. Draw its projections. A square pyramid, 40 mm side of base is hanging freely from one of the corners of its base with the axis parallel to VP. If the height of the pyramid is 75 mm, draw its projections. Draw its projections. Okay. So the typical kind of question. A square pyramid is hanging from one of the corners of its base. Okay. ഒരു സ്ക്വയർ പിരമിഡ്. Okay. സ്ക്വയർ പിരമിഡ് അതിന്റെ ബേസിലെ ഒരു കോർണർ, അതിൻ്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒരു ചെറിയൊരു റോപ്പ് കെട്ടിയിട്ട് ആ കോർണറിൽ ഒരു റോപ്പ് കെട്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് തൂക്കിയിട്ടായിരിക്കാം അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഫ്രീലി ഹാങ്ങിങ് ഫ്രം വൺ ഓഫ് ദ കോർണേഴ്സ് ഓഫ് ഇറ്റ്സ് ബേസ്. ഓക്കെ. ഇതിന്റെ ഒരു കോർണറിൽ ഇതുപോലെ ഹാങ് ചെയ്യുന്നതാണ്. ആൻഡ് ആക്സിസ് ഓഫ് ദ പിരമിഡ് ഈസ് പാരലൽ ടു വി പി. ഇതുപോലെ തന്നെ ആക്സിസ് പാരലൽ ടു വി പി ആയിട്ടാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ഈ ഒരു കേസിൽ നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താന്നുള്ള കാര്യം അറിയണം. വാട്ട് ഈസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാൽ എന്താ അറിയോ എല്ലാവർക്കും? വാട്ട് ഈസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ.
ഗ്രാഫിക്കലി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, വാട്ട് ഈസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി? What is center of gravity? Center of gravity is the point at which all weight of the body is assumed to be concentrated. അല്ലെ, ഏതൊരു ബോഡി ആണെങ്കിലും ആ ബോഡിയുടെ വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പോയിന്റ് അറ്റ് വിച്ച് ഓൾ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെന്റർ ഓഫ് ഗ്രാവിറ്റിന്റെ പല പ്രോബ്ലംസ് നിങ്ങൾ മെക്കാനിക്സിൽ ഫസ്റ്റ് സെമസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് അറിയായിരിക്കും. ലാമിനയുടെ കേസിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണ്, എവിടെയാണ് വരിക എന്ന് നിങ്ങൾ ഈ ബ്രേക്കിന്റെ സമയത്ത് ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, സോ വി ഷാൽ കണ്ടിന്യൂ ആഫ്റ്റർ ദ ബ്രേക്ക്. ഓക്കെ.